ഹായ്, അന്നമയാണ് അന്നാടയിലിനൊപ്പം. ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ എപ്പോഴാണ് പ്ലാൻ ചെയ്യേണ്ടത്? വീടിൻ്റെ സ്ട്രക്ചർ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണോ? അല്ല. ഇൻറ്റീരിയർ ഡിസൈൻ വീട് പ്ലാൻ ചെയ്യുന്നതിനൊപ്പം തന്നെ ആരംഭിക്കേണ്ട ഒന്നാണ്. ആവശ്യമായ ഇലക്ട്രിക്കൽ പോയിന്റുകൾ. ഓരോ റൂമിനും പലതരത്തിലുള്ള അപ്ലയൻസും ഗാഡ്ജറ്റുകളും ഉണ്ട്. ചില വീടുകളിലാണ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് പോലും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരിയായ ഇലക്ട്രിക്കൽ പ്ലാനിങ് വളരെ ആവശ്യമാണ്. രണ്ടാമതാണ് ഫർണിച്ചർ ലേഔട്ട്. ഓരോ റൂമിലും ഫർണിച്ചർ എങ്ങനെയാണ് ക്രമീകരിക്കുക എന്നുള്ളത് ആ റൂമിൻ്റെ ഉപയോഗവും അതിൻ്റെ വലിപ്പവും അനുസരിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഫർണിച്ചർ സ്പേസ് പ്ലാനിങ് ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. മൂന്നാമത്തതാണ് ലൈറ്റിംഗ് ഡിസൈൻ. ഒരു വീടിൻ്റെ ഭംഗിയും സൗന്ദര്യവും ഒക്കെ കൂട്ടുന്ന അതിൻ്റെ ലൈറ്റിംഗ് ആണ്. അതുകൊണ്ട് ശരിയായ രീതിയിൽ ലൈറ്റിംഗ് ഡിസൈൻ ചെയ്താൽ നിങ്ങളുടെ വീടിൻ്റെ ലുക്കും മൂഡും അതിൻ്റെ ഫങ്ഷൻ തന്നെ മാറ്റിമറിക്കും. നാലാമത്താണ് സ്റ്റോറേജ് പ്ലാനിങ്. ഓരോ റൂമിനും ആവശ്യമായ സ്റ്റോറേജ് പ്ലാൻ ചെയ്തിരിക്കണം. നമുക്കിപ്പോഴത്തെ ആവശ്യം മാത്രമല്ല, ഫ്യൂച്ചറിലേക്കുള്ള സ്റ്റോറേജിനുള്ള സ്പേസും കരുതിയിരിക്കണം. ഇവയെല്ലാം മുൻകൂട്ടി നമ്മൾ ആലോചിച്ചാൽ നമുക്ക് റീവർക്കുകളെല്ലാം ഒഴിവാക്കാനും പറ്റും. അങ്ങനെ നമ്മുടെ ക്യാഷും സമയവും രണ്ടും ലാഭിക്കാം. ഇനി കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഞങ്ങളെ DM ചെയ്യുക, ഫോളോ ചെയ്യുക.